ചക്കരക്കുട്ടന്മാർക്കൊരു കഥ പറഞ്ഞു തരട്ടെ. ഒരു ഫുട്ബോളിൻ്റെയും പൂച്ചയുടെയും കഥയാണ് പറയുന്നത്. എന്താണ് ഫുട്ബോളിൻ്റെ കഥ? ഫുട്ബോൾ മുമ്പുണ്ടായിരുന്നത് നല്ല ഭാരത്തോടുകൂടി, ഉള്ളിൽ കാറ്റൊന്നും ആയിരുന്നില്ല. ഉള്ളിലൊക്കെ എന്തെങ്കിലും തുകിലോ, തുകിൽ എന്ന് പറയുന്നത് ഒരു മെറ്റീരിയലാണ്, അതേപോലെ തന്നെ അതൊക്കെ നിറച്ചിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് നല്ല ഭാരമായിരുന്നു. കുട്ടികൾ ഫുട്ബോൾ കളിക്കുമ്പോൾ, മുതിർന്നവർ ഫുട്ബോൾ കളിക്കുമ്പോൾ ബോള് വെള്ളത്തിലേക്കോ അടുത്തുള്ള പുഴയിലേക്കോ തടാകത്തിലേക്കോ പോയാൽ അത് മെല്ലെ 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 താഴ്ന്നു പോവുമായിരുന്നു. അപ്പോൾ ഈ ബോൾ എടുക്കാനായിട്ട് ചില കുട്ടികൾ വെള്ളത്തിലേക്ക് ഇറങ്ങുണ്ടായി. വെള്ളത്തിലേക്ക് ഇറങ്ങിയ കുട്ടികൾ പലരും ബോൾ എടുക്കുന്നു, തിരികെ വരുന്നു. പക്ഷേ ഭാരമുള്ള ബോളായതുകൊണ്ട് താഴോട്ട് മുങ്ങിപ്പോകാനും സാധ്യതയുണ്ട്. ഒരിക്കലൊരു കുട്ടി, നീന്തലറിയാത്തൊരു കുട്ടി ബോൾ എടുക്കാനായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങിയ കുട്ടിക്ക് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരാൻ കഴിഞ്ഞില്ല. ആ കുട്ടി വെള്ളം കുടിച്ചു, അപകടത്തിലായി. ഇത് കണ്ട നീന്തലറിയുന്ന മുതിർന്നവർ വെള്ളത്തിൽ ചാടി ആ കുട്ടീനെ കരയിലെത്തിച്ചു. എന്നിട്ട് വായിലും ശ്വാസകോശത്തിലുമുള്ള ലങ്സിലൊക്കെ ഉള്ള വെള്ളമൊക്കെ തുപ്പിക്കളഞ്ഞു ജീവിച്ചു. അതിനുശേഷം ഓക്സിജനൊക്കെ കൊടുത്ത്, മരുന്നുകളൊക്കെ കൊടുത്ത് ആ കുട്ടിയുടെ അസുഖം മാറ്റിയെടുക്കാനായിട്ട് കുറച്ച് ദിവസം വേണ്ടി വന്നു. ഈ കാര്യങ്ങൾ കണ്ട ഫുട്ബോളിന് ആകെ സങ്കടമായി. ഫുട്ബോൾ ഇങ്ങനെ വിചാരിച്ചു, ഞാൻ കാരണമല്ലേ ആ കുട്ടി വെള്ളത്തിൽ ഇറങ്ങിയതും മുങ്ങിപ്പോയതും. അപ്പോൾ മുതിർന്ന ആൾക്കാർ കുട്ടികളോട് പറയുന്നുണ്ടായിരുന്നു, കൊച്ചുമക്കളെ എല്ലാവരും നീന്തൽ പഠിക്കണം, എന്നാലാണ് വെള്ളത്തിൽ മുങ്ങിപ്പോവാതെ രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതൊക്കെ കേട്ട ഫുട്ബോൾ വിചാരിച്ചു, എനിക്കും പഠിക്കണം നീന്തൽ. എങ്ങനെയാണ് നീന്തുക? കയ്യിനും കാലും വേണമെന്നുണ്ടോ നീന്താൻ? അപ്പോൾ മുതിർന്നവർ പറഞ്ഞു, കയ്യും കാലും ഇല്ലാതെ എങ്ങനെയാണ് നീ നീന്താൻ പോകുന്നത്? തീർച്ചയായിട്ടും കയ്യും കാലും വേണ്ടതാണ്. പക്ഷേ ഫുട്ബോളിന് ഇവിടുന്ന് കയ്യും കാലും. അപ്പോൾ ഫുട്ബോളിന് ആകെ സങ്കടമായി. ഫുട്ബോളിനൊരു ഐഡിയ തോന്നി, നീന്തൽ പഠിച്ചിട്ടില്ലെങ്കിൽ എന്താ, പൊങ്ങിക്കിടന്നാൽ പോരെ? ഞാൻ പൊങ്ങിക്കിടക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാലോ എന്നാലോചിച്ചിട്ട് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൊട്ടടുത്തുള്ള പൂച്ച സാറിൻ്റെ അടുത്തെത്തി. ഈ പൂച്ച ഭയങ്കര ബുദ്ധിയുള്ളൊരു പൂച്ചയായിരുന്നു. പൂച്ചയ്ക്ക് പെട്ടെന്ന് ഓടാനും ഉയരത്തുനിന്ന് ചാടാനും, എങ്ങനെ ചാടിയാലും 4 കാലിൽ വന്ന് ഇറങ്ങാനും, അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു ചെറിയ അനക്കം ഉണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനും വകഞ്ഞു മാറാനുമുള്ള കഴിവുള്ള തന്ത്രശാലിയും മിടുക്കനുമായിട്ടുള്ള പൂച്ചയായിരുന്നു അത്. അപ്പോൾ ഈ പൂച്ചേനോട് സങ്കടം പറഞ്ഞപ്പോൾ പൂച്ച പറഞ്ഞു, പൊങ്ങിക്കിടക്കാനൊരു വഴിയുണ്ട്, നിൻ്റെ ഭാരം കുറയ്ക്കണം, ഭാരം കുറഞ്ഞാൽ പൊങ്ങിക്കിടക്കാം. അപ്പോൾ പൂച്ചനോട് ചോദിച്ചു, എങ്ങനെയാണ് ഞാൻ ഭാരം കുറയ്ക്കുക? അപ്പോൾ പൂച്ച പറഞ്ഞു, ഞാൻ ഒരു ഇത് കണ്ടുവച്ചിട്ടുണ്ട്. നിൻ്റെ പുറംചട്ട, ഔട്ടർ കോട്ടിങ് വേറൊരു തുണി കൊണ്ടാക്കി കഴിഞ്ഞാൽ ഇത് ശരിയാകും. ഉള്ളിൽ നമുക്ക് ബലൂൺ കണക്കേ കാറ്റ് പിടിച്ചിടാം. അങ്ങനെയാണെങ്കിൽ നീ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും, കൂട്ടുകാർക്കും കുട്ടികൾക്കും നിന്നെ എടുക്കാൻ പ്രയാസം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. അത് കേട്ടതും ബലൂണിന് നല്ല സന്തോഷമായി. കൊച്ചുമക്കളുടെ ആരോഗ്യത്തിനും ആയുസ്സിനും അപകടം വരാതെ വെള്ളത്തിൽ പൊങ്ങിക്കിടന്നാൽ മാത്രമല്ല, വെള്ളത്തിൽ മുങ്ങിപ്പോയി നനഞ്ഞ് ബോളുകൾക്ക് പനിയും ജലദോഷവും വരികയില്ല. നല്ല സന്തോഷമായി ആർക്ക്? ഫുട്ബോളിന്. ഫുട്ബോൾ എന്ത് പറഞ്ഞു, അതിപ്പോൾ തന്നെ നമുക്ക് പോയിട്ട് അതിലേക്ക് മാറാമെന്ന് പറഞ്ഞ് ഫുട്ബോൾ ഉണ്ടാക്കുന്ന ഒരു അങ്കിളുണ്ടായിരുന്നു. അങ്കിളിൻ്റെ അടുത്ത് പോയിട്ട് പൂച്ച പറഞ്ഞു, ഫുട്ബോൾ ഉണ്ടാക്കും അങ്കിളെ നിങ്ങൾ, എനിക്ക് സുഹൃത്തിനും ഒരു സഹായം ചെയ്ത് തരാമോ? ഫുട്ബോൾ ഉണ്ടാക്കണം അങ്കിൾ പറഞ്ഞു, ചെയ്ത് തരാലോ. അപ്പോൾ കാറ്റു വേണം ഉള്ളിൽ, പൊങ്ങിക്കിടക്കണം ഉള്ളിൽ, വെള്ളത്തിൽ വീണാലും താണു പോകാതെ പൊങ്ങിക്കിടക്കണം എനിക്ക്. ഫുട്ബോൾ അങ്ങനെ പാടി. ആയിക്കോട്ടെ, പക്ഷെ ഒരു കാര്യമുണ്ട്,
എന്താണ്? ഞാൻ 10 ബോൾ ഉണ്ടാക്കി തരാം, എനിക്ക് എന്ത് കൂലി തരും? അപ്പോൾ ഫുട്ബോൾ പറഞ്ഞു, 10 ബോൾ ഉണ്ടാക്കി തന്നാൽ അതിലത്തെ 2 ബോൾ നിങ്ങളുടെ 2 കൊച്ചു മക്കൾക്കും കളിക്കാനായിട്ട് കൊടുത്തോളൂ, ബാക്കി എൻ്റെ സഹോദരങ്ങളായ 8 പേര് എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് 8 ടീമുകൾക്ക് കളിക്കാനായിട്ട് അത് കൊടുത്തു. അതിനുശേഷം വെള്ളത്തിൽ വീഴുന്ന ബോളുകളൊന്നും താണുപോയതില്ല. എൻ്റെ കൊച്ചുമക്കൾ കണ്ണടയ്ക്കൂ, താണുപോയതില്ല. മാത്രമല്ല പൊങ്ങിക്കിടക്കുകയായിരുന്നു, നനഞ്ഞു കുതിർന്നില്ല. ബോൾ കൂടുതൽ കാലം നീണ്ടു നിന്നു. കുട്ടികൾക്കും സന്തോഷമായി, ആരോഗ്യത്തോടെ കളിക്കാനായിട്ട് തുടങ്ങി. നമുക്കറിയാലോ, ആരോഗ്യമുള്ള ശരീരത്തിലേ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുള്ളൂ. എല്ലാവരും കളിക്കണം, നല്ല ഭക്ഷണം കഴിക്കണം, പല്ല് തേച്ചിട്ടാണ് ഉറങ്ങേണ്ടത്. അതേപോലെ തന്നെ ഇന്ന് പറഞ്ഞു തന്ന ഫുട്ബോളിൻ്റെയും പൂച്ചയുടെയും കഥ ആലോചിച്ച്, ബോൾ എന്താ വെള്ളത്തിൽ താണു പോകാത്തത് എന്ന് ആലോചിച്ച് കണ്ണുകൾ മൂടി മക്കൾ കിടന്നോളൂ. ഓക്കെ, ഗുഡ് നൈറ്റ്.